കട്ടപ്പന നഗരസഭ സ്വകാര്യ ഏജൻസികൾക്ക് മാലിന്യ സംസ്കരണത്തിനുള്ള അനുമതി കൊടുത്ത നടപടിയിൽ പ്രതിഷേധിച്ച് PFA നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിക്ക് നിവേദനം നൽകി. സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും സ്വകാര്യ ഏജൻസി പണം ഈടാക്കി മാലിന്യം ശേഖരിക്കുന്നത് വഴി പന്നി കർഷകരുടെ ഉപജീവനമാർഗം പ്രതിസന്ധിയിലാകുമെന്ന് കാണിച്ചാണ് നിവേദനം നൽകിയത്. മിച്ച ഭക്ഷണക്കുറവ് മൂലം പന്നിക്കൃഷി നടത്തുന്ന മിക്ക കർഷകരും പ്രതിസന്ധി നേരിടുകയാണ്. ഹോട്ടൽ, സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, പഴം, പച്ചക്കറി മാർക്കറ്റുകൾ തുടങ്ങിയവയിൽ ബാക്കി വരുന്ന മിച്ച ഭക്ഷണം ശേഖരിച്ചാണ് ഇവർ ഫാമിൽ പന്നികൾക്ക് തീറ്റ നൽകി വരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഫാമിലേക്ക് ആവശ്യമായ തീറ്റ ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. പകർച്ചവ്യാധികൾ മൂലവും അശാസ്ത്രീയമായ ലൈസൻസിംഗ് മൂലവും കേരളത്തിലെ ജനസാന്ദ്രതയുമെല്ലാം ഈ തൊഴിലിനെ ബാധിക്കുന്നു. അതിനിടെ സൗജന്യമായി ലഭിച്ചുകൊണ്ടിരുന്ന തീറ്റ കൂടി നഷ്ടപ്പെട്ടാൽ കൂടുതൽ പ്രതിസന്ധിയിലാകും ഇവർ. കട്ടപ്പന നഗരസഭ നിലവിൽ സ്വകാര്യ ഏജൻസിക്കാണ് മാലിന്യ സംസ്കരണത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. ഹോട്ടലിൽ നിന്ന് മിച്ച ഭക്ഷണമെടുത്ത് പന്നിക്കൃഷി നടത്തി ജീവിക്കുന്ന കൃഷിക്കാരുടെ ഉപജീവന മാർഗം അടയ്ക്കുകയാണ് നഗരസഭയുടെ ഈ തീരുമാനമെന്ന് പിഗ് ഫാർമേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. കട്ടപ്പന നഗരസഭയിൽ നിന്നും ഫുഡ് വേസ്റ്റ് എടുത്തു മാറ്റിക്കൊണ്ടിരുന്നത്, മിച്ചഭക്ഷണം എടുത്തു മാറ്റിക്കൊണ്ടിരുന്നത് ഞങ്ങൾ പന്നിക്കൃഷിക്കാരായിരുന്നു. ഇപ്പോൾ പെട്ടെന്നൊരു ഏജൻസി വന്നിരിക്കുകയാണ്. നമ്മുടെ കട്ടപ്പന നഗരസഭ ഈ ഏജൻസിക്ക് മുഴുവൻ ഖരമാലിന്യവും ജൈവമാലിന്യവും അവർക്ക് കൊടുത്തപ്പോൾ നമുക്ക് നമ്മുടെ പന്നിക്ക് കൊടുക്കാൻ തീറ്റയില്ലാതെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ജില്ലാ കളക്ടർക്കും ശുചിത്വ മിഷനിലും പിന്നെ കട്ടപ്പന ചെയർപേഴ്സണും നഗരസഭാ ചെയർപേഴ്സണും ഞങ്ങൾ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയർപേഴ്സണുമായിട്ട് സംസാരിച്ചപ്പോൾ തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് വെക്കാമെന്നും പരിഹാരം ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ശേഖരിച്ചുകൊണ്ടിരുന്ന മിച്ചഭക്ഷണം തട്ടാനുള്ള സ്വകാര്യ ഏജൻസികളുടെ നീക്കത്തിനെതിരെ അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് മുൻപ് പരാതി നൽകിയിരുന്നു. ഇതിന് പ്രകാരം പന്നി കൃഷിക്കാർക്ക് ലഭ്യമാകേണ്ട തീറ്റ ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും ലഭിച്ചിരുന്നു. എന്നാൽ അതിന് വിപരീതമായ നടപടിയാണ് കട്ടപ്പന നഗരസഭയിൽ നിന്നും ഉണ്ടാകുന്നതെന്നാണ് ഇവരുടെ ആരോപണം.